നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രീമിയർ ലീഗ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വളരെ പരിതാപകരമായ ഒരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സീസണിൽ ഇതിനോടകം തന്നെ 12 പരാജയങ്ങൾ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. യൂറോപ്യൻ കോമ്പറ്റീഷനുകളിൽ നിന്നും പൂർണ്ണമായും അവർ ഇപ്പോൾ പുറത്തായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലും മോശം പ്രകടനമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ പരിശീലകനായ എറിക് ടെൻ ഹാഗിന് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ കേൾക്കേണ്ടി വരുന്നുണ്ട്. അദ്ദേഹത്തെ പരിശീലക സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യണം എന്നുള്ള ആവശ്യം ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ സമ്മറിൽ അദ്ദേഹം ഒരുപാട് സൂപ്പർ താരങ്ങളെ ടീമിലേക്ക് കൊണ്ടുവന്നിരുന്നു. അവർ ആരും തന്നെ ഇതുവരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് പൊതുവിൽ ഉപകാരപ്പെട്ടിട്ടില്ല എന്ന് പറയാം. അക്കാര്യത്തിലും വലിയ വിമർശനങ്ങൾ ടെൻ ഹാഗിന് ഏൽക്കേണ്ടി വരുന്നുണ്ട്. ഇപ്പോഴിതാ അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത goal.com പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. യുണൈറ്റഡിന്റെ 25% ഓഹരി ബ്രിട്ടീഷ് ബില്യണറായ ജിം റാറ്റ്ക്ലിഫ് ഏറ്റെടുക്കുകയാണ്. അദ്ദേഹം പരിശീലക സ്ഥാനത്ത് ടെൻ ഹാഗിനെ നിലനിർത്താൻ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് മുൻ ചെൽസി പരിശീലകനായിരുന്ന ഗ്രഹാം പോട്ടറെ കൊണ്ടുവരാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇതിനോടകം തന്നെ പോട്ടറെ ജിം കോണ്ടാക്ട് ചെയ്തു കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ ഈ ഒരു പരിശീലകൻ ഫ്രീ ഏജന്റ് ആണ്. ചെൽസിയിൽ നിന്നും പുറത്താക്കപ്പെട്ടതിന് ശേഷം ഒരു ടീമിനെയും അദ്ദേഹം ഏറ്റെടുത്തിട്ടില്ല. ഒരുപാട് ഓഫറുകൾ വന്നിരുന്നു, എന്നാൽ അതെല്ലാം അദ്ദേഹം നിരസിക്കുകയായിരുന്നു. പ്രീമിയർ ലീഗിൽ തന്നെ തുടരുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. ഏതായാലും ടെൻ ഹാഗ് എത്രയും പെട്ടെന്ന് ഈ ഒരു പരിതാപകരമായ അവസ്ഥക്ക് പരിഹാരം കാണേണ്ടതുണ്ട്, അല്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകും. അടുത്ത മത്സരത്തിൽ വമ്പന്മാരായ ലിവർപൂളാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ എതിരാളികൾ. ആ ഒരു മത്സരത്തിൽ വിജയം നേടാൻ കഴിഞ്ഞാൽ തീർച്ചയായും അത് അവർക്ക് ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ സഹായിച്ചേക്കും. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.